നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് പാഞ്ഞു കയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. നാട്ടിക ലോറി അപകടത്തിൽ തന്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് ദേവി വിലപിക്കുന്ന കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. കുടൂർ ഗ്രാമപഞ്ചായത്ത് കുണ്ടൂർ വയലാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. നാടോടികളാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. ആലങ്ങോട് സ്വദേശികളായ ബെന്നി, അലക്സ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ അലക്സ് ആണ് അപകട സമയത്ത് വാഹനം ഓടിച്ചത്. നാട്ടികയിൽ JK തിയേറ്ററിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിൽ നാടോടികളായ 5 പേർ മരിച്ചു. 50 വയസ്സുള്ള കാളിയപ്പൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി, 4 വയസ്സുള്ള ജീവൻ, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കിടന്നുറങ്ങിയ സംഘത്തിൽ 10 പേരുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്നയിടത്തേക്ക് ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5 പേരും മരിച്ചു. 7 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബാരിക്കേഡ് മറികടന്നു വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. അപകടശേഷം നിർത്താതെ പോയ ലോറി നാട്ടുകാരാണ് തടഞ്ഞത്. മീഡിയ ടൈം, തൃശൂർ. ഒപ്പം കിടന്നുറങ്ങിയ 5 പേർ മരിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. നാട്ടിക ലോറി അപകടത്തിൽ തന്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് ദേവി വിലപിക്കുന്ന കാഴ്ച ആരുടെയും കരളലിയിക്കുന്നതാണ്. പരസ്പരം ബന്ധങ്ങളുള്ള 5 കുടുംബങ്ങളിൽ നിന്നുള്ള 20ഓളം പേരാണ് നാട്ടിക ദേശീയപാത വഴിയോരത്ത് തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നത്. പാലക്കാട് ജില്ലയിൽ മിങ്കര ഡാമിന് സമീപമുള്ള ചമ്മനംകോട് കോളനി നിവാസികളാണിവർ. പകലന്തിയോളം പണിയെടുത്ത് രാത്രി അന്തിയുറങ്ങുന്നത് റോഡരികിലാണ്. നാടോടികളായി ജീവിക്കുന്ന ഇവരുടെ പ്രധാന തൊഴിൽ കക്കൂസ് കുഴികൾ വൃത്തിയാക്കലാണ്. എല്ലാവരും ഗാഠനിദ്രയിൽ അകപ്പെട്ട പുലർച്ചെ 4-നാണ് ലോറി ഇവർ കിടന്നുറങ്ങിയിരുന്ന ടെന്റിന് മുകളിലേക്ക് പാഞ്ഞു കയറിയത്. ശരീരങ്ങൾക്ക് മുകളിലൂടെ മുന്നോട്ട് കയറിയിറങ്ങിയ ലോറി വീണ്ടും പിന്നോട്ടെടുത്തതും അപകടത്തിൻ്റെ ആക്കം കൂട്ടി. കാളിയപ്പൻ, ഭാര്യ നാഗമ്മ, മരുമകൾ ബംഗാരി എന്ന് വിളിക്കുന്ന രാജേശ്വരിയുടെ 1 വയസ്സുള്ള മകൾ വിശ്വ, ബന്ധുവായ മറ്റൊരു 4 വയസ്സുള്ള ആൺകുട്ടി ജീവൻ എന്നിവർക്കാണ് സംഭവ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായത്. ഡ്രൈവറും ക്ലീനറും വളരെയധികം മദ്യപിച്ചിരുന്നതായി പറയുന്നു. കൂട്ടത്തിലുള്ളവർക്ക് അപകടം പറ്റിയത് ആദ്യം അറിഞ്ഞില്ല. പിന്നീട് ടോർച്ചടിച്ചു നോക്കിയപ്പോഴാണ് തങ്ങളുടെ ഉറ്റവർ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നതായി കണ്ടതെന്നും ദേവി പറഞ്ഞു. ചെറിയ കുട്ടി, ഒരു 4 വയസ്സ്, ഒരു വയസ്സ് 2 മാസം ആയിട്ടുണ്ട്. ഒരു 4 മണിക്ക് ഉണ്ടാകും. പകലൊരു 4 മണിക്ക് 2 ട്രിപ്പാണ് വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. അവനല്ല അവിടെ കടന്നത്, ഇവന്റെ മേലെ കടന്നത്. ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പം ഞങ്ങളെ നോക്കും. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേർക്കും നല്ല പിറ്റാണ്. പിറ്റെടുത്ത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേരും ഓടിപ്പോയിട്ട് എൻ്റെ അനിയന്മാർ ഓടി വന്ന് അവനെ 2 പേർത്തെ പിടിച്ചിട്ട് വന്ന് 2ാമത് വണ്ടി റിസേർട്ട് എടുത്ത മൊത്തം ടോർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ ഒരേ സൈഡാണ് മൊത്തം കിടക്കുന്നത്. അപ്പോൾ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മൊത്തം ഇടിച്ചിട്ടാ വരപ്പോൾ അറിഞ്ഞില്ല. അപ്പോൾ ടോർച്ച് അടിച്ചാൽ ഞങ്ങൾ നോക്കിയത്. ആൾക്കാരെ ടോർച്ച് അടിച്ച് ഞങ്ങൾ ഇങ്ങനെ കുനിഞ്ഞ് നോക്കപ്പോഴാ അറിഞ്ഞോളൂ നടന്ന സംഭവം. ഇങ്ങനെ പിസ ഇങ്ങനെ ചക്രത്തിൻ്റെ അടിയിൽ കോരി എടുത്താ വന്നിട്ടത്. ഇവിടെ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ സാറേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 എണ്ണം പോയി. 5 എണ്ണം ഇപ്പോൾ ചാകാൻ ഐശ്വര്യ അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഒരു പെൺകുട്ടീന് കാലിൽ പോയി, തല പോയി, എല്ലാം പോയി. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്നതാണ് നാടോടി സംഘം.
ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. മീഡിയ ടൈം, തൃശൂർ. കുടൂർ ഗ്രാമപഞ്ചായത്ത് കുണ്ടൂർ വയലാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന സർക്കാർ 27,64,952 രൂപ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടിയുടെ നിർമ്മാണം നടത്തിയത്. കുടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, വാർഡ് മെമ്പർ PK ബിജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജി വിൽസൺ, സന്തോഷ് കുമാർ, മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കൂബ്, സിൽവി സേവ്യാർ, സ്റ്റീമ ലിയോ, സേതുമോൻ ചിറ്റേത്ത്, സുധ ദേവദാസ്, നന്ദിത വിനോദ് എന്നിവർ സംസാരിച്ചു. 75-ാം വയസ്സിലും ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽപ്പന നടത്തുന്ന വയോധികൻ കൗതുകമുള്ള കാഴ്ചയായി മാറുന്നു. മാമ്പ്ര മാളിയക്കൽ വീട്ടിൽ MM കരീമാണ് ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ കച്ചവടം നടത്തുന്നത്. സീസൺ അനുസരിച്ചുള്ളവയാണ് വിൽപ്പന നടത്തുന്നത്. വേളാങ്കണ്ണിയിൽ നിന്നും മാങ്ങ എത്തിയതോടെ ഈ ദിവസങ്ങളിൽ മാങ്ങ വിൽപ്പനയായിരുന്നു. പച്ചക്കറി കൂടുതലായി എത്തുന്ന സമയത്ത് പച്ചക്കറി കച്ചവടമാണ് നടത്തുക. ഇതിനു പുറമെ മത്സ്യ വിൽപ്പനയും ഉണ്ടാകാറുണ്ട്. ഉന്തുവണ്ടിയിൽ ടൗൺ ചുറ്റി നടന്ന് വിൽപ്പന നടത്തുന്നതാണ് കരീമിന്റെ രീതി. രാവിലെ 6-ന് ചാലക്കുടിയിലെത്തി 6:30 കച്ചവടം ആരംഭിക്കും. ഉച്ചയോടെ കച്ചവടം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകും. പ്രതിദിനം 400 രൂപ ലഭിക്കുമെന്നാണ് കരീം പറയുന്നത്. കഴിഞ്ഞ 40 വർഷക്കാലമായി കരീം ചാലക്കുടിയിൽ വ്യാപാരം നടത്തുന്നുണ്ട്. 14-ാമത്തെ വയസ്സിലാണ് കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. കച്ചവടം നിർത്താൻ വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അതിന് കരീം തയ്യാറല്ല. പറ്റുന്ന കാലം വരെ ഇത് തുടരണമെന്നാണ് കരീമിന്റെ ആഗ്രഹം. കൊരട്ടിയെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയുടെ കുട്ടികളിലെ മാതൃകാ ഹരിതസഭ ചേർന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ മാതൃകാ ഹരിതസഭയായി തെരഞ്ഞെടുക്കപ്പെട്ട കൊരട്ടിയിലെ കുട്ടികളുടെ ഹരിതസഭയിൽ പഞ്ചായത്ത് പരിധിയിലെ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളടക്കം 20 വിദ്യാലയങ്ങളിലെ 170 കുട്ടികൾ പങ്കെടുത്തു. പഞ്ചായത്തിലെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി അവതരിപ്പിച്ചും സ്കൂളിലും വീടുകളുടെ പരിസരങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളിൽ ഭാഗമാക്കാക്കുമെന്ന പ്രതിജ്ഞ എടുത്തുമാണ് കുട്ടികൾ മടങ്ങിയത്. പഞ്ചായത്ത് തലത്തിലെ മികച്ച ഹരിത വിദ്യാലയങ്ങളുടെ പട്ടിക ഹരിതസഭയിൽ പ്രഖ്യാപിച്ചു. ഹരിത കേരള മിഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ഹരിതസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിനെ മികച്ച ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്തു. കില, ഹരിത കേരള മിഷൻ, RGSA എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരുമായും ഹരിതകർമ്മ സേനാംഗങ്ങളോടും കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കുട്ടികളുടെ ഹരിതസഭ ശുചിത്വ പദയാത്രയോടെയാണ് ആരംഭിച്ചത്. സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശുചിത്വ അംബാസിഡർമാരായ മുഹമ്മദ് റിസ്വാനും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവും ശുചിത്വ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ ശുചിത്വ അംബാസിഡർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. LP, UP വിഭാഗങ്ങളിലെ കുട്ടികൾ തങ്ങളുടെ സ്കൂളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ വീടുകളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പൊതുവിടങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രൊജക്ട് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകളെ കുട്ടികളുടെ പാനൽ അംഗങ്ങളായ അൽന തോമസ്, അനു ഷിബു എന്നീ വിദ്യാർത്ഥികൾ നോഡൽ ഓഫീസർ ആശ ജോയിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ഉണർത്തുപാട്ട് കൊരട്ടി MA MHSS വിദ്യാർത്ഥികളായ അശ്വതി, ദേവിക എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. LF കോൺവെന്റ് LP സ്കൂളിൽ നിന്നുള്ള ക്ലെയർ റോസ് ലിയോ വിഷയത്തിൽ പ്രസംഗിച്ചു. സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ അങ്കിത് ജോഷുവ മലയാളത്തിൽ കവിത ചൊല്ലി. മാലിന്യമുക്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ എക്സിബിഷനും പുനരുപയോഗം സാധ്യമാക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള കുട്ടികളുടെ കരകൗശല ചിത്ര പ്രദർശനവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നൈനു റിച്ചു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, ജൈനി ജോഷി, PG സത്യപാലൻ, ലിജോ ജോസ്, വർഗീസ് തച്ചുവറമ്പിൽ, റെയ്മോൾ ജോസ്, ഷിമ സുധീൻ, ജിസി പോൾ, വർഗീസ് പയ്യപ്പിള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊരട്ടി. ഇനി നാട്ടിൽ നടന്നത്. പുത്തഞ്ചിറ ശാന്തിനഗർ സെന്റ് ആന്റണീസ് കപ്പോളയുടെ ശതാബ്ദി തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ കുർബാന, സന്ദേശം എന്നിവ നടന്നു. ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണൂക്കാടൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ നാടിനെയും ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും
ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുത്തെ കരുതലും സ്നേഹവും കൂടുതലായിട്ട് അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഈ കപ്പേളയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ നമ്മുടെ പൂർവികർ ആഗ്രഹിച്ച വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യം അതുവഴിയായിട്ട് അവിടുത്തെ നാഥനും ദൈവവുമായിട്ട് ഏറ്റുപറയുന്ന ഓരോരുത്തർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ കപ്പേളയെ വണങ്ങുന്നവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപയും ലഭ്യമാകാനും അവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വൈശാഖ്യ ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനും ഇടവരണം. ഫാദർ ആന്റണി പുതുശ്ശേരി, ഫാദർ ജോസ് മഞ്ഞളി, ഫാദർ മെൽഫിൻ ചക്കാലക്കൽ, ഫാദർ ജോർജി തേലപ്പള്ളി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഫൊറാന വികാരി ഫാദർ ബിനോയ് പൊഴാലപ്പറമ്പിൽ, ഫാദർ ജേർലിറ്റ് കാക്കനാടൻ, കൈക്കാരന്മാർ, പ്രസിഡന്തി, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി ദേശീയ നിയമദിനത്തോടനുബന്ധിച്ച് ഭരണഘടനാ ദിനാചരണവും നിയമ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് ജൂനിയർ സിവിൽ ജഡ്ജ് കാർത്തിക K ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഷൈനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാരാലീഗൽ സർവീസ് വോളണ്ടിയർ ദീഷ്മ രഞ്ജിത്ത്, ബാലവർമ്മ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന സംയുക്ത ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ കമ്മിറ്റി മെമ്പർ KA അനീഫ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PP പുഷ്പാഗതൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS സേതുമാധവൻ, KK ദേവസിക്കുട്ടി, ജോൺസൺ കണ്ണമ്പുഴ, AF അഫ്രേം, KS ഉണ്ണികൃഷ്ണൻ, CD രാജൻ, AK സലീന, MR രേണുക എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിന് സമീപം മുല്ലപ്പെരിയാർ ജീവൻ രക്ഷാ പ്രചരണ ക്യാമ്പയിനും പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനുള്ള ഒപ്പുശേഖരണവും നവംബർ 27 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ ഇതിന്റെ ഭാഗമായി ഉപവാസ സമരവും നടത്തും. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ AM സുബയ്യർ, അയ്യപ്പൻ പള്ളിപ്പാട്ട്, AE സാബിറ, ഷെമീർ മേത്തർ, ഷാജു C ജോർജ് എന്നിവർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം ജൻജാതീയ ഗൗരവ് ദിനാചരണം നടത്തി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL അധ്യക്ഷത വഹിച്ചു. മഹത്തായ ഗോത്രവർഗ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളായ ആട്ടവും പാട്ടുമായി സഹൃദയുടെ അക്ഷരമുറ്റത്തേക്ക് വന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് ഗോത്രവർഗങ്ങളുടെ തനത് കലാരൂപങ്ങളായ പണിയ നൃത്തം, ഇരുള നൃത്തം, നാടൻ പാട്ട്, ഗോത്രഭാഷയിലുള്ള ലഘുനാടകം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. ഗോത്രവർഗ സംസ്കാരത്തെയും അവരുടെ കലാരൂപങ്ങളെയും കുറിച്ച് അവബോധം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതായിരുന്നു ഓരോ അവതരണവും. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപിക രമണി VK, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ VK ഷിജി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും നടുമുറ്റം സാംസ്കാരിക വേദിയും സംയുക്തമായി ഭാരതത്തിന്റെ ഭരണഘടന 75 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി പ്രത്യേകം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഭരണഘടനാ ദിനത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിന്ദു AM അധ്യക്ഷയായിരുന്നു. ഭരണഘടനയുടെ ആമുഖമെന്ന വിഷയത്തെക്കുറിച്ച് നടുമുറ്റം സാംസ്കാരിക വേദി ജനറൽ കൺവീനർ വിൽസൺ മേച്ചേരി പ്രഭാഷണം നടത്തി. പ്രോഗ്രാം ഓഫീസർ PK അനിത, ശ്രീല കൈനാടത്ത്, TJ ആസാദ്, NSS ലീഡർമാരായ സേതുലക്ഷ്മി, ദേവിക സനൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് പാഞ്ഞു കയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. നാട്ടിക ലോറി അപകടത്തിൽ തന്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് ദേവി വിലപിക്കുന്ന കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. കൊടൂർ ഗ്രാമപഞ്ചായത്ത് കുണ്ടൂർ വയലാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.